ടോപ്പ് സിംഗർ സീസൺ 2 ടൈറ്റിൽ വിന്നറായിട്ടുള്ള ശ്രീനാഥ് വിനോദാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗഭേരി മംഗളാരവം. ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അമ്മ എപ്പോഴും ഒരു പാട്ട് പാടിത്തരും. അപ്പൊ ഒരു ദിവസം കിടക്കാൻ പോകുമ്പോൾ അമ്മ പറഞ്ഞ് എന്നോട് ഇങ്ങോട്ട് പാടിത്തരാൻ പറഞ്ഞു. അപ്പൊ ഞാന് അന്നേരം പാടി കൊടുത്തപ്പോഴാണ് അമ്മക്ക് മനസ്സിലായി ഇവൻ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ധരള മധുര മുരളിയുണരു പ്രണയഭരിത കവിതയുണരു മനസ്സു നിറയും മധുല ഹരിത മത മഹോത്സവം. എം ജി സാറിന്റെ ഒരു മ്യൂസിക്കിൽ ഒരു പാട്ട് പാടുന്നത് ഭയങ്കര ആഗ്രഹമാണ്. ഏതെങ്കിലും ജിൻസ് പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും എൻ്റെ ഒരു പാട്ടിൽ ഞാൻ നിന്നെ കൊണ്ട് പാടിപ്പിക്കും? അത് എം ജയചന്ദ്രൻ സാർ പറഞ്ഞിട്ടുണ്ട്. മധുമാസം വിരിയണ മനമാകെ കുളിരണ തില്ലാനേ തില്ലാന. അനിയൻ പാടോ? അനിയൻ ഏതാണ്ടല്ലേ ട്വിൻസ് പോലെ കേട്ടോ. അവൻ വിചാരിച്ച അവൻ പാടും, പക്ഷെ അവനൊരു വിചാരം ഇല്ല. അത് ശരി. ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിനിറങ്ങുന്നേ ആവോ ദാമാനോ നാരാള് കൂടണല്ലോ. ഒരു സിനിമയിൽ അവസരം വന്നായിരുന്നു ഈ അടുത്തിറങ്ങിയ. പക്ഷെ എനിക്ക് അന്നേരം സൗണ്ട് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യുന്ന ടൈമായി പോയി. അപ്പോ അതുമാണ് ഈ 2 വർഷത്തിന്റെ ഗ്യാപ്പിൽ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായത്. ചില പാട്ടൊന്നും ചേരൂല എന്റെ വോയിസിന്. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമിൻ അച്ഛനെയാണെനിക്കിഷ്ടം. 2-3 വർഷം ഗൾഫിലായിരുന്ന ടൈമിൽ അച്ഛന് ന്യൂമോണിയ ഒക്കെ വന്നായിരുന്നു. അപ്പൊ ന്യൂമോണിയ വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമായി എന്ന് വെച്ചാല് അച്ഛൻ ഇനി ഇല്ലാന്ന് വിചാരിച്ചിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമിൻ അച്ഛനെയാണെനിക്കിഷ്ടം. ഒരുമയുടെ നാടൻ സെലിബ്രേഷൻ സാറാസ്. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു കുട്ടി വലിയ സിംഗറാണ് കേട്ടോ. ടോപ്പ് സിംഗർ സീസൺ 2 ടൈറ്റിൽ വിന്നറായിട്ടുള്ള ശ്രീനാഥ് വിനോദാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്വാഗതം. എവിടെയായിരുന്നു? ഞങ്ങൾ ഈ സീസൺ നമ്മുടെ അവാർഡ് കിട്ടി, പ്രൈസ് മണി കിട്ടിയതിന് ശേഷം ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. 2022 കിട്ടിയത്. അതിനുശേഷം എവിടെയായിരുന്നു? അതിനുശേഷം ഞാൻ കോഴിക്കോടായിരുന്നു. അതിനുശേഷം 2 വർഷം ഉണ്ടായിരുന്നല്ലോ. അപ്പോ എനിക്ക് പഠിത്തം ഭയങ്കരമായിട്ട് മിസ്സായിപ്പോയി. അതാണ് ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട്. അപ്പൊ ഞാൻ മെയിനായിട്ട് 2 വർഷം ഈ പഠിത്തത്തില് മെയിനായിട്ട് ശ്രദ്ധിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഇപ്പോ ഏപ്രിലിനാണ് ഞാൻ ഇപ്പൊ ആലുവയിലേക്ക് മാറിയത്. നമ്മുടെ കോഴിക്കോട് പയ്യോളിയുടെ സ്വന്തം ഗായകനല്ലേ? പ്രൈസ് ഒക്കെ കിട്ടിയതിനു ശേഷം എങ്ങനെ നാട്ടിൽ പോയപ്പോ പോസ്റ്റേഴ്സ് ബാനേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു? അവിടെ നാട്ടിന്റെ അടുത്ത് അമ്പലത്തിന്റെ അടുത്തൊക്കെ അവിടുത്തെ ആൾക്കാരൊക്കെ പയ്യോളി നാട്ടിലെല്ലാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവിടുത്തെ ഇപ്പൊ സ്റ്റാർ ആയില്ലേ? സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറി. എന്തായിരുന്നു ആൾക്കാരെ നാട്ടുകാരും സ്കൂളിലൊക്കെ എന്തായിരുന്നു റെസ്പോൺസ് ഉണ്ടായത്? എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എന്നുവെച്ചാൽ അവരെല്ലാരും പറയായിരുന്നു, ഞാൻ ആദ്യം മുതലേ പാടുന്നതൊക്കെ അറിയായിരുന്നു. അപ്പൊ എല്ലാരും പറയായിരുന്നു ഇങ്ങനെ ടോപ്പ് സിംഗറിൽ നോക്ക്. സീസൺ 1 എല്ലാരും കാണുമ്പോൾ എല്ലാരും പറയും ടോപ്പ് സിംഗറിൽ നോക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കാന്ന് പറഞ്ഞു. പിന്നെ സീസൺ 2 കിട്ടിയപ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ വിന്ററും കൂടി ആയപ്പോ ഭയങ്കര സന്തോഷമായി. ഞങ്ങളിപ്പം ടോപ്പ് സിംഗർ കാണുന്ന സമയത്ത് ചെറിയ കുട്ടിയല്ലേ? 9ാം ക്ലാസ്സിലല്ലേ? അന്നേരം ഞാൻ ടോപ്പ് സിംഗറിൽ കയറുന്ന ടൈമിൽ 7ാം ക്ലാസ്സിലാണ്. 2020 സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിയുന്ന ടൈമില് ഞാൻ 9ാം ക്ലാസ്സിൽ. ഇപ്പൊ എത്രയില്ല? ഇപ്പൊ +1. വലിയ കുട്ടിയായി. അതിപ്പോ സംസാരിക്കുമ്പോ പോലും വലിയ കുട്ടിയായി. അന്നും എനിക്ക് പറയുന്ന കൂട്ടത്തിലൊരു മെച്ചൂരിറ്റി ഉള്ള ഒരു കുട്ടിയായിരുന്നു അല്ലേ? എല്ലാരും പറയും നന്നായിട്ട് സംസാരിക്കണേ. ശരിയാ. ഞാൻ അങ്ങനെ അധികം സംസാരിക്കാന്ന് വെച്ചാൽ അധികം സംസാരിക്കില്ല, എന്നാലും അങ്ങനെ പറയുന്നത് നിങ്ങൾ ക്ലിയർ ആയിട്ട്. ഇപ്പൊ പ്രൈസ് കിട്ടിയത് 50 ലക്ഷമാണ്. അതിന്റെ ഒരു ഫ്ലാറ്റ് ആണ് കിട്ടിയത്. അതിലേക്ക് മാറിയോ? എങ്ങനെയാ? അവിടെയാണ് ഇപ്പൊ താമസിക്കുന്നത്? ആലുവയാണ്. എങ്ങനെയുണ്ട് അവിടുത്തെ വിശേഷം? പറയൂ. അവിടുത്തെ അടിപൊളിയാണ്. അവിടുത്തെ വെച്ചാലും എന്താ പറയാ, അവിടുന്ന് പയ്യോളിന്ന് ഞാൻ 10th കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് മാറാൻ വിചാരിച്ചു നിൽക്കായിരുന്നു. ഇപ്പൊ കുറച്ച് ടൈമായി അവിടേക്ക് മാറാൻ. ഇപ്പൊ അവിടെ തന്നെയാണുള്ളത്. അവിടെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ആയി. ഇപ്പൊ പുതിയ സ്കൂളിലേക്ക് മാറി. ഇപ്പം ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. അതൊരു പ്രൗഡ് മൊമെന്റും കൂടെ അല്ലേ? നമ്മള് ഈ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മക്കും ഒരു വലിയൊരു ഫ്ലാറ്റ് സമ്മാനമായിട്ട് കൊടുക്കാന്ന് പറയുന്നത്. അതിനകത്ത് താമസിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് വേറെയാണ്. പാരന്റ്സ് ഈ താമസം മാറിയ സമയത്ത് എപ്പോഴെങ്കിലും ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ ഇതിനെ കുറിച്ചൊക്കെ? അതെ, ഞങ്ങള് പയ്യോളിയിലായിരുന്ന ടൈമില് പറയായിരുന്നു ഇപ്പൊ ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് വരുമ്പം അടിപൊളിയായിരിക്കും, നമുക്ക് അവിടെ കുറെ ആൾക്കാരുണ്ടാവില്ല, എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിളാവും. എങ്ങനെയാണെന്ന് നമുക്കൊന്നും അറിയില്ല. ആദ്യമായിട്ടല്ലേ ഫ്ലാറ്റിലേക്ക് മാറുന്നത്. അപ്പൊ എങ്ങനെയാ നമ്മള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാനും അമ്മയും അനിയനും അച്ഛനും എല്ലാരും കൂടി. ഈ പാട്ട് പാടുമ്പോഴേ ഇപ്പൊ നമ്മള് വീട്ടില് നമ്മൾ ആദ്യം
അച്ഛനും അമ്മയാണല്ലോ നമ്മൾ പാട്ട് പാടി കേൾപ്പിക്കുക, അവരാണല്ലോ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക. ഈ പാട്ട് പാടുന്ന സമയത്ത് ആരാണ്, അച്ഛനാണോ അമ്മയാണോ, കൃത്യമായിട്ട് അഭിപ്രായം പറയാ? പാട്ട് പാടുന്ന ടൈമില് ഞാൻ തുടങ്ങിയ ടൈമിൽ അച്ഛൻ ഗൾഫിലായിരുന്നു. ഞാൻ ടോപ്പ് സിംഗർ ഒക്കെ കഴിഞ്ഞ ആ ടൈമിലായിരുന്നു അച്ഛൻ പെട്ടെന്ന് വന്നത്. തുടങ്ങിയ ടൈമിൽ അച്ഛൻ ഗൾഫിലായിരുന്നു. അപ്പോൾ അമ്മ അല്ലേ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പൊ അമ്മ ചില സമയത്ത് ഞാൻ രാത്രി ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പം അമ്മ എപ്പോഴും ഒരു പാട്ട് പാടിത്തരും. അപ്പൊ ഒരു ദിവസം കിടക്കാൻ പോകുമ്പം അമ്മ എന്നോട് പറഞ്ഞ് ഞാൻ എപ്പോഴും പാടിത്തരുന്നല്ലേ, അപ്പൊ ഒരു ദിവസം എന്നോട് ഇങ്ങോട്ട് പാടിത്തരാൻ പറഞ്ഞു. അപ്പൊ ഞാന് അന്നേരം പാടി കൊടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇവനിങ്ങനെ കുറച്ച് ശ്രുതിയൊക്കെ കറക്റ്റ് ആവുമായിരുന്നു. അപ്പൊ അമ്മമ്മയും കേട്ടിട്ട് വന്നു, അമ്മമ്മ ഉണ്ടായിരുന്നു. അപ്പൊ കേട്ട് ഇവൻ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ കുറച്ച് ചെറിയ പാട്ടുകളൊക്കെ പഠിപ്പിച്ച് ചെറിയ സ്റ്റേജിലൊക്കെ കയറ്റി അങ്ങനെ വന്നതാണ്. അങ്ങനെയാണ്, അമ്മയാണ് ആദ്യം മനസ്സിലാക്കി കൊണ്ടുവരുന്നത്. ടോപ്പ് സിംഗറിൽ കൊണ്ടുവന്നതും അമ്മയാണോ? ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്? ടോപ്പ് സിംഗർ തുടങ്ങാനാകുമ്പോഴേക്കും അച്ഛൻ വന്നു. അപ്പൊ ഞങ്ങള് ടിവിയിൽ കണ്ടപ്പോഴേക്കും ടോപ്പ് സിംഗർ എന്ന് വിചാരിക്കപ്പം എന്താ പറയാ ഓഡീഷൻ ഉണ്ട്. അപ്പം കോഴിക്കോട്ട് ഓഡീഷന് പോയി. അങ്ങനെ ഒരു ഓഡീഷന് അമ്മയും അച്ഛനും കൂടിയിട്ടാണ് പോയതല്ലേ. എനിക്കൊന്ന് അച്ഛൻ്റെ ആയിട്ടുള്ള മൂമെന്റ് ഞങ്ങളൊരു ഷോയിൽ കണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് വിസിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് പാടിയ പാട്ടും കേട്ട എല്ലാവരുടെയും കണ്ണുറച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സർപ്രൈസ് എങ്ങനെയുണ്ടായിരുന്നു അച്ഛൻ വന്നത്? അത് അടിപൊളിയായിരുന്നു. അത് ഞാൻ അമ്മ പോലും അറിഞ്ഞിരുന്നില്ല, സത്യം പറഞ്ഞ ഞാനും അറിഞ്ഞിരുന്നില്ല. ഞാൻ പാടി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ കുറെ എന്താ പറയാ 2-3 വർഷം ഗൾഫിലായിരുന്ന ടൈമിൽ അച്ഛന് ന്യൂമോണിയ ഒക്കെ വന്നായിരുന്നു. അപ്പൊ ന്യൂമോണിയ വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമായി. എന്ന് വെച്ചാല് അച്ഛൻ ഇനി ഇല്ലാന്ന് വിചാരിച്ചിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അച്ഛൻ ന്യൂമോണിയ വന്ന് എന്തായാലും അമ്മനോട് എന്തോ ഒപ്പിട്ട് വെച്ചതായിരുന്നു. പക്ഷെ പെട്ടെന്ന് എന്തോ മിറാക്കിൾ എന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് അച്ഛന് സുഖമായതാണ്. അപ്പൊ അത് അമ്മ വീഡിയോയിൽ കാണിച്ചെടുക്കുന്നത്. ഞാനൊന്ന് പാടിയത് സൂര്യനായിട്ട് ഒഴുകിയാണ്. അപ്പൊ അത് അമ്മ വീഡിയോ കോളിൽ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ ബാക്കിൽ നിൽക്കുന്നത്. അപ്പൊ ഭയങ്കരമായിട്ട് ശരിക്കും ഞാൻ സർപ്രൈസ്ഡ് ആയി. ഭയങ്കര ഈ സമയത്ത് കൊച്ചായിരുന്നല്ലോ അച്ഛന് ഈ അസുഖം വരുന്ന സമയത്തൊക്കെ. അപ്പൊ അമ്മ അതെങ്ങനെയാ നിങ്ങളോട് പറയായിരുന്നോ? അത് ഈ അസുഖത്തിന്റെ കാര്യമൊക്കെ ആ സമയത്ത് എങ്ങനെയായിരുന്നു? അത് അന്നേരം ഒന്നും പറയില്ലായിരുന്നു. കാരണം അന്നേരം എനിക്ക് 4 വയസ്സോ 3 വയസ്സെങ്ങാനേ ഉള്ളൂ. അപ്പോ ഇത് ഈ ടോപ്പ് സിംഗർ തുടങ്ങുന്ന ആ ടൈമിലൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അച്ഛന് ഈ പറഞ്ഞ സംഗീതം നന്നായിട്ട് പാടുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ആവാൻ പറ്റത് എന്റെ മകനിലൂടെ ആവണമെന്ന് ആഗ്രഹിക്കുക. എല്ലാ പാരന്റ്സും അങ്ങനെയാണല്ലോ. അതൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛന്റെ മനസ്സിൽ? അതുണ്ടായിരുന്നു. അത് ഞാൻ ജനിക്കുമ്പോ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോ അച്ഛൻ വിളിച്ചിട്ട് അമ്മനോട് പറഞ്ഞു എങ്ങനെ അവൻ പാടുന്നുണ്ടോന്ന്. അപ്പൊ അമ്മ പറഞ്ഞ് ഇല്ല, അവൻ ചെറിയ വാവലായിരുന്നു, അവൻ കരച്ചിലുണ്ട്, ഭയങ്കര ക്രാന്നുള്ള ഒരു കരച്ചിലുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞ മറുപടി എന്താന്ന് വെച്ചാല് അതിപ്പോ ദാസ് സാറൊന്നും ജനിക്കുമ്പോഴേ അമ്മിങ് പാടിയിട്ടൊന്നും എല്ലാവരും വരുന്നതാണ്. അങ്ങനെ അച്ഛൻ പറഞ്ഞു. അങ്ങനെ നോക്കാൻ പറഞ്ഞു. ഇനിയിപ്പൊ അവൻ നന്നായിട്ട് പാടുന്നതിൽ ഞാൻ അവൻ എല്ലായിടത്തും കൊണ്ടുപോകുന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതേ ഉണ്ടായിരുന്നു ജനിച്ചപ്പോ തന്നെ. എനിക്ക് 4 വർഷം ശേഷമല്ലേ നിങ്ങള് കാണുന്നത്, അച്ഛൻ കാണുന്നത്. അതെനിക്ക് സന്തോഷം. അച്ഛൻ പറയാറുണ്ടോ ആദ്യം 4 വർഷം ശേഷം കാണുന്ന ഒരു മൂമെന്റ് ഉണ്ടല്ലോ, അത് അച്ഛൻ പറയാറുണ്ടോ? വലുതായപ്പോ പറഞ്ഞു തരാറുണ്ടോ കഥകളൊക്കെ? ഞാൻ അച്ഛൻ എയർപോർട്ടിൽ വരുമ്പം അച്ഛൻ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മ ഇവരൊന്നും കാണുന്നില്ല. ഫസ്റ്റ് അച്ഛൻ എന്ന് പറഞ്ഞത് ഞാനാ. അപ്പോ അച്ഛനും അമ്മയും കൂടി നമ്മളെല്ലാരും ഒരുമിച്ചിരിക്കുന്ന ടൈമിൽ ഇങ്ങനെ പറഞ്ഞു തരാറുണ്ടായിരുന്നു. ഭയങ്കര ഇങ്ങനെ സ്കൈപ്പിലൂടെ ആയിരുന്നല്ലോ അന്നേരം വരെ കാണുന്നത്. ഭയങ്കര ബോണ്ടായിരുന്നു. അന്ന് പാടിക്കൊടുക്കും അച്ഛൻ ദുബായിലുള്ള സമയത്ത്, മോനെ ഈ പാട്ട് പാടിത്താന്നൊക്കെ പറഞ്ഞു? ചില സമയത്ത് പാടിക്കൊടുക്കും, പിന്നെ പോയി കളിക്കും. എന്നാൽ അച്ഛന് പാടിക്കൊടുക്കാൻ ഒരു മൂമെന്റ് മനസ്സ് കാണിക്കാറുണ്ട് സമയത്ത്. എനിക്ക് ആ സ്റ്റേജിൽ പാടി അച്ഛൻ അന്ന് സർപ്രൈസ് ആയിട്ട് വന്നപ്പോ ഒരു പാടിയ വരിയുണ്ടല്ലോ, അതെനിക്കൊന്ന് കേൾക്കണം എന്നുണ്ട് ആ പാട്ട്. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമിന്നച്ഛനെയാണെനിക്കിഷ്ടം, ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമിൻ അച്ഛനെയാണെനിക്കിഷ്ടം, ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. കല്ലെടുക്കും കണിത്തുമ്പിയെ പോലെ ഒരുപാടു നോവുകൾക്കിടയിലും പുഞ്ചിരിച്ചിറകു വിടർത്തുമിന്നച്ഛൻ,
പുഞ്ചിരിച്ചിറകു വിടർത്തുമിന്നച്ഛൻ സൂര്യനായി തഴുകിയുറക്കമുണർത്തുമിൻ അച്ഛനെയാണെനിക്കിഷ്ടം ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമിൻ അച്ഛനെയാണെനിക്കിഷ്ടം. ഓ അടിപൊളി. താങ്ക് യു. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ സത്യത്തിൽ ഒരു പ്രൗഡ് ഫാദറാണ്. സത്യം. കാരണം അല്ലേ അച്ഛൻ്റെ ആ ഒരു വലിയ ആഗ്രഹം അത് പറഞ്ഞ ടൈറ്റിൽ വിന്നർ ആയിട്ട് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നേരിട്ട് കാണുമ്പോൾ ഒരു ഫീല് ഭയങ്കരമായിരിക്കും. അത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അത്രയും പ്രൗഡാണ് നിന്നെ കുറിച്ച് എന്നൊക്കെ? അത് അച്ഛൻ അങ്ങനെ അച്ഛനും ശരിക്കും പറഞ്ഞ എന്നെ പോലെ അച്ഛൻ എല്ലാം അധികം സംസാരിക്കില്ല. അത് എന്നോടൊന്നും അങ്ങനെ പറയല, അമ്മയുടെ അടുത്ത് പറയാറുണ്ട്. അപ്പൊ അമ്മ എന്റെ അടുത്ത് പറയും അച്ഛൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ എന്നോട് അങ്ങനെ പറയും. എന്നോട് ചിലപ്പം അധികം ഇങ്ങനെ ഭയങ്കര ഇല്ല അങ്ങനെ പറയാറില്ല. അമ്മയുടെ അടുത്ത് ഭയങ്കരമായിട്ട് പറയാറുണ്ട്. അത് അമ്മ എന്റെ അടുത്തും പറയാറുണ്ട്. അപ്പൊ അത് ഭയങ്കര സന്തോഷമായിരിക്കും. സീസൺ 2 ഇപ്പൊ വരുന്ന സമയത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്ക് സിനിമ എന്ന് പറയുന്നത് അതാണ്, സിനിമയിൽ പാടുക എന്ന് പറയുന്നത് വലിയൊരു ആഗ്രഹമാണ്. ഈ പറഞ്ഞ പ്രൈസ് മണി കിട്ടി അല്ലെങ്കിൽ സീസൺ 2 വിന്നർ ആയതിനു ശേഷം സിനിമയില് അവസരം വന്നോ? സിനിമയിൽ പാടിയോ? എന്താ അതിന്റെ ഒരു വിശേഷം? സിനിമയില് അവസരം വന്നായിരുന്നു, ഒരു സിനിമയിൽ അവസരം വന്നായിരുന്നു ഈ അടുത്തിറങ്ങിയ. പക്ഷെ എനിക്ക് അന്നേരം സൗണ്ട് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യുന്ന ടൈമായി പോയി. അപ്പോ അതുമാണ് ഈ 2 വർഷത്തിന്റെ ഗ്യാപ്പിൽ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായത്. ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യുന്ന എനിക്ക് ചില പാട്ടൊന്നും ചേരൂല എന്റെ വോയിസിന്. അപ്പം അങ്ങനെ അതിങ്ങനെ തൽക്കാലത്തേക്ക് ഇങ്ങനെ വെച്ചേക്കാണ്. ഇനി ഉണ്ടെങ്കിൽ നോക്കാൻ വിചാരിച്ചെന്ന് വെച്ചേക്കാം. ഇപ്പൊ വോയിസും പറയുന്നത് നമ്മള് മത്സരത്തിൽ പാട്ട് പാടുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ വോയിസിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പാടുമ്പോ. അത് ഇപ്പൊ ആ ശബ്ദം തുറന്നാണ് പാടുക. അപ്പൊ പാടുന്ന സമയത്ത് എന്താണ് ഫീൽ, അത് ഇമോഷണൽ കണക്ഷൻ നമുക്കും കൂടെ കിട്ടും കേൾക്കുന്ന ആളുകൾക്ക്. അത് എല്ലാവരും പറയും ചെയ്തു. അപ്പൊ ഈ സൗണ്ടിന്റെ ഒക്കെ ആ സമയത്ത് ആരാ ഗുരുവാണോ പറഞ്ഞു തന്നത്? ആരാണ് ഈ സൗണ്ടിന്റെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞത്? ആരാ സൗണ്ടിന്റെ തുടങ്ങുന്ന ടൈമിൽ അവിടെ ഫ്ലവേഴ്സിൽ ഗ്രൂമേഴ്സ് ഉണ്ട്, 4 ഗ്രൂമേഴ്സ് ഉണ്ട്. അപ്പൊ അവര് വെച്ചാൽ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അപ്പൊ അവര് എന്താ പറയാ സൗണ്ട് മോഡുലേഷൻ എങ്ങനെയാ ചെയ്യേണ്ടത്, ഓരോ പാട്ടിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ടാവല്ലോ, അതിൻ്റെതായിട്ടുള്ള ഫീൽ. അപ്പൊ അവര് പറഞ്ഞുതരും. എനിക്കങ്ങനെ ഫ്ലവേഴ്സിലെ ഗ്രൂമേഴ്സ് തന്നെയാണ് എനിക്ക് മെയിൻ ആയിട്ട് ഗുരുസ് എന്ന് പറയാൻ. എനിക്കൊന്ന് അന്ന് പാടിയില്ല ഈ ചന്ദനമണി എന്നൊരു സോങ് ഇപ്പൊ എം ജി ശ്രീകുമാർ സാറൊക്കെ വന്ന് കെട്ടിപ്പിടിച്ച് ഇത് ഓരോ പാട്ട് കഴിയുന്നതോറും ഓരോരുത്തർ വന്ന് കെട്ടിപ്പിടിക്കലാണ് പരിപാടി അല്ലേ? ഏത് പാട്ടോടെ ഓരോരുത്തർ വന്ന് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കഴിഞ്ഞാൽ ഓരോരുത്തർ വന്നിട്ട് അത് സന്തോഷത്തോട് പറയാറുണ്ട്. ആ പാട്ട് ചേച്ചി വേണ്ടൊന്ന് പാടാവോ? ഓ ശാന്താകാരം സരസിജനയനം വന്ദേഹം ചിന്മയരൂപം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗഭേരി മംഗളാരവം ദ്രുതതാളം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗഭേരി മംഗളാരവം ദ്രുതതാളം തരളമധുര മുരളിയുണരു പ്രണയഭരിത കവിതയുണരു മനസ്സു നിറയും മധുല ഹരിത മതമഹോത്സവം ഭരവീണകൾ മൃദുപാണികൾ മതമൊടു തിരുവടി തൊടുതെടു ശ്രുതി ചേരണ മലിവോടതിലനുപദമനുപദമഴക മതിമുഖി മമ സഖിമയിൽ നടയിവളുടെ നടനം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗഭേരി മംഗളാരവം ദ്രുതതാളം 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 ദ്രുതതാളം. ഓ ആ ഫീല് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും താളം പിടിക്കുകയായിരുന്നു അല്ലെ? ഒരു സമയം കൊണ്ട് നമ്മൾ ആ ഒരു വേറൊരു ലോകത്ത് എത്തിച്ച പോലെ നന്നായിട്ട് പാടി കേട്ടോ. എനിക്ക് 14 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഫൈനൽ എപ്പിസോഡായിരുന്നല്ലോ അന്ന്. അതിലാണ് കപ്പടിച്ചത്. അന്ന് ചെറിയ കുട്ടികളെ ഇത്രയും നീണ്ടു നിന്ന് നിങ്ങൾ ആ ഷൂട്ട് ചെയ്യുക, മത്സരത്തിൽ പങ്കെടുക്കുക, നിങ്ങൾ ക്ഷീണിച്ചോ അതോ ആ ടെൻഷനിൽ ഇതൊക്കെ മറന്നു? എന്തായിരുന്നു ആ സമയത്തെ അവസ്ഥ? ടെൻഷൻ എന്ന് വെച്ചാൽ നമുക്ക് ചില ആൾക്കാർക്ക് മാത്രമേ ടെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഫസ്റ്റ് ഫൈനലില് 6 പാട്ടായിരുന്നു, 6 സ്റ്റേജസ് ആയിട്ട്. അപ്പൊ ആദ്യത്തെ പാട്ട് കയറുമ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ ആയിട്ട്. കാരണം വെച്ചാല് സ്റ്റേജ് ഒക്കെ മാറിയായിരുന്നു, മൊത്തം എലിവേറ്റഡ് ആയി. അപ്പൊ അത് മാത്രമായിരുന്നു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ പാട്ടൊക്കെ ആകുമ്പോഴേക്കും ആ ടെൻഷൻ പയ്യെ പയ്യെ
കുറഞ്ഞു വന്നു. പിന്നെ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങള് തളർന്നൊന്നുമില്ല. 3 ദിവസമായിട്ട് ആക്കിയായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നു, ടെലികാസ്റ്റ് ചെയ്ത ഒരു ദിവസം അങ്ങനെയായിരുന്നു. പക്ഷെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ചെറുപ്പത്തിൽ തന്നെ. ഓക്കെ, ഇപ്പം ഈ വീട്ടിലൊരു പാട്ടുകാരനുണ്ടെങ്കിൽ ഇപ്പം എവിടെ പോയാലും ഏത് സിറ്റുവേഷൻ ആണെങ്കിലും രണ്ടൊരു പാട്ട് പാടോ, ഇതായിരിക്കും എപ്പോഴും ചോദിക്കുക. അത് ശരിക്കും പാട്ട് പാടി തരുമെന്ന് പറയുമ്പോൾ ആ ചോദിക്കുമ്പോൾ ഒരു മടുപ്പ് വരാറുണ്ടോ? എങ്ങനെയാ അത് എടുക്കുന്ന രീതി എങ്ങനെയാ? അങ്ങനെ ചോദിച്ചാല് ഞാൻ അധികം ആൾക്കാർ പറയുമ്പോ എനിക്ക് പണ്ടേ ഒരു മടിയാണ്. അത് കുറെ ചെറുപ്പത്തിലാകുമ്പം ഞാൻ പാടിക്കൊടുക്കാൻ പറഞ്ഞ ഉടനെ പാടിക്കൊടുക്കും. എന്ന് വെച്ചാൽ ഒരു മൈക്ക് കിട്ടിയ ആ മൈക്ക് വാങ്ങിച്ച് ഉടനെ അങ്ങ് പാടും, അങ്ങനെയാണ്. പിന്നെ കുറച്ച് വലുതായപ്പോഴേ എനിക്ക് ഭയങ്കര മടി വന്നു. കൊറേ പറഞ്ഞാലേ ഞാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഇതായിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കുമ്പോൾ ആ സോങ് ഒന്ന് പാടാവോ? ഓക്കെ. മധുമാസം വിരിയണ് മനമാകെ കുളിരണ് തില്ലാന ഉടലാകെ പൊതിയണ് പുതുമഞ്ഞും കുഴയണ് തില്ലാന തോണിപ്പാട്ടിൻ തീരത്ത് വീണുറങ്ങും നേരത്ത് ആരാരോ തരിവളയിട്ടു അറിയാതിൻ കരളിൽ തൊട്ടു ഞാനാ നീലക്കണ്ണിൽ മിന്നും താരപ്പൂമുത്ത് അവളൊരു താഴമ്പൂമൊട്ട് അഴകിന് സിന്ദൂരപ്പൊട്ട് മധുമാസം വിരിയണ് മനമാകെ കുളിരണ് തില്ലാന. ഓ, ഇങ്ങനത്തെ പാട്ടൊക്കെ പാടുമ്പോൾ ഈ ബ്രീത്തിങ് ഭയങ്കര കൺട്രോൾ ചെയ്യണം. അത് പല സിംഗേഴ്സിനും പറ്റാത്തൊരു കാര്യമാണ്. ഈ ചെറിയ പ്രായത്തിൽ എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യണം? ബ്രീത്തിങ് കൺട്രോൾ എങ്ങനെയാ? അതിന് ട്രെയിനിങ് എടുക്കുന്നുണ്ടോ? എങ്ങനെയാ ബ്രീത്തിങ്? അങ്ങനെ ട്രെയിനിങ് വെച്ചാൽ നമുക്ക് അതിനൊരു എക്സസൈസ് ഞാൻ ചെയ്യാറുണ്ട്. വെച്ചാല് നമ്മള് എന്താ പറയാ, നമ്മുടെ ഫസ്റ്റ് നമ്മളെ മൊത്തം ഇൻഹേൽ ചെയ്തിട്ട് ഇങ്ങനെ കുറച്ചു നേരം അത് പിടിച്ചു വെക്കാം. നമുക്ക് മാക്സിമം ലെവലിൽ അത് പിടിച്ചു വെച്ചതിന് ശേഷം അത് എക്സൈൽ ചെയ്യാം. അങ്ങനെയാണ് അത് എനിക്ക് എൻ്റെ ഗുരു പറഞ്ഞു തന്നതാണ്. കോഴിക്കോട് ഉണ്ടായിരുന്ന ടൈമില് കാവമ്പട്ടം വാസുദേവൻ മാഷ് എനിക്ക് പറഞ്ഞു തന്നതാണ്. അപ്പം അത് ചെയ്യുമ്പോഴേക്കും പിന്നെയും കുറച്ചും കൂടി ബ്രീത്ത് ഇത്തിരി കൂടി എക്സ്റ്റെൻഡ് ആവും നമുക്ക് പാടുമ്പോൾ. അത് എന്ന് വെച്ചാൽ പിന്നെ പാട്ടിൻ്റെതും ഉണ്ട്. പിന്നെ നമ്മള് മറ്റേ പാട്ടൊക്കെ ഗംഗേ പാട്ടൊക്കെ ഇല്ലേ, അത് കുറേ നേരം നമുക്കിപ്പോ സാ കുറേ നേരം പിടിച്ചു വെച്ചാൽ നമുക്ക് ഇത്തിരി കൂടി അത് പ്രാക്ടീസ് ചെയ്തെടുക്കാം. ഈ രാവിലെ എഴുന്നേറ്റ് സാധകം ചെയ്യാ, ഇതൊക്കെ ശീലമായിട്ട് എപ്പോഴും ചിട്ടയോടെ കൊണ്ടുവന്ന ഒരാളാണോ? ഉണ്ടാവാറുണ്ട്. പിന്നെ ഇപ്പൊ എനിക്കിപ്പോ സ്കൂള് കുറെ, ഞാനിപ്പോ 7ാം ക്ലാസ് 10ാം ക്ലാസ് വരെയൊക്കെ ചെയ്തു. പിന്നെ 10ാം ക്ലാസ് തുടങ്ങിയപ്പോഴേക്കും എനിക്ക് പഠിത്തത്തിന്റെ ഭയങ്കര പ്രശ്നമായി പോയി. ഞാൻ ഭയങ്കരമായിട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ രാത്രി കുറെ നേരം ഇതാക്കി പഠിക്കുമ്പോഴേക്കും പിന്നെ രാവിലെ എണീക്കാൻ പറ്റില്ല, കുറച്ച് ലേറ്റ് ആയിട്ട്. അപ്പൊ രാവിലെ എണീക്കുമ്പോഴേക്കും മൊത്തം ഈ സാധകത്തിന്റെ ഇതൊക്കെ തെറ്റിപ്പോ. അപ്പൊ ഈ അടുത്തായിട്ട് ഞാൻ പിന്നെ അത് റെഡിയാക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ കുട്ടിയല്ലേ, ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പം നമുക്കൊരു പ്രഷർ ഉണ്ട്, നമുക്ക് പാട്ട് സൗണ്ട് ശ്രദ്ധിക്കണം, നമുക്ക് ഐസ്ക്രീം കഴിക്കാനൊക്കെ തോന്നും. ഐസ്ക്രീം അത് സിംഗേഴ്സ് അങ്ങനെ പറയാറല്ലോ, നമുക്ക് അടുത്തുള്ളത് കഴിക്കില്ല, സൗണ്ട് ശ്രദ്ധിക്കും. അങ്ങനെ ചിട്ടയോട് ശ്രദ്ധിക്കുന്ന ആളാണോ അതോ ഇല്ല അമ്മ എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു? കുട്ടിയല്ലേ, നമുക്ക് മാറ്റി വെക്കാനും പറ്റും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ. എങ്ങനത്തെ ആളാ? അല്ല, ഞാൻ ഐസ്ക്രീം കഴിക്കും, എനിക്കത് കുഴപ്പമില്ല. എനിക്ക് പണ്ട് ഇവരൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഐസ്ക്രീം കഴിക്കാണ്ടിരിക്കണം. പക്ഷെ ഈ അടുത്തായിട്ട് ഞാൻ എപ്പോഴും കഴിച്ചാൽ എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ദൈവം സഹായിച്ചിട്ട് അങ്ങനെ തന്നെ പോകുന്നുണ്ട്. ഐസ്ക്രീം കുഴപ്പമില്ല, അങ്ങനത്തെ ഭക്ഷണമൊന്നും കുഴപ്പമില്ല. ഭക്ഷണമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് കഴിക്കും. ഞങ്ങൾ ആ കാര്യത്തിലൊക്കെ എൻജോയ് ചെയ്ത ആളാണ്. അതിന്റെ കൂടെ നമ്മുടെ ആഗ്രഹം പാട്ട് നന്നായിട്ട് പോകുന്നുണ്ട്. ഈ സ്കൂളിൽ എങ്ങനെയാ? ഇപ്പൊ +1 പഠിക്കുന്നു, ഇപ്പൊ സ്കൂളിൽ നമ്മൾ സെലിബ്രിറ്റി ആണല്ലോ ഓൾറെഡി. നമ്മുടെ ഈ ഷോ കണ്ടവരും അല്ലെങ്കിൽ ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ സ്കൂളിൽ പോകുമ്പോ ടീച്ചേഴ്സും ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാ? സ്കൂളിൽ പോകുമ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഭയങ്കര സ്വീകരണവും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ സബ്ജക്റ്റിന്റെ ടീച്ചേഴ്സ് വരുമ്പം അവരിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാ, അവരിങ്ങനെ ഓരോ പാട്ട് പഠിക്കുക. പിന്നെ ഫ്രീ ടൈം ഒക്കെ ഉണ്ടാകുമ്പം ശ്രീനന്ദ ഒരു പാട്ട് പാട്, അങ്ങനെ പറയുമ്പോ ഇങ്ങനെ ഓരോ പാട്ട് പാട് ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ ഞാൻ സ്കൂളിൽ പാടാത്ത പാട്ടുകളൊന്നും ഇല്ല. അപ്പൊ ഇങ്ങനെ ഓരോ പാട്ട് പാടുമ്പോ ഞാൻ മൊത്തം ഇവിടെ പാടിയതാ. അങ്ങനെ പുതിയ പാട്ട് ഇങ്ങനെ അങ്ങനെ എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ്. ശരിക്കും ഇപ്പൊ നമ്മളൊരു പാഷൻ എന്ന രീതിയിലാണോ ശരിക്കും ശ്രീത്? കുട്ടിയല്ലേ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള ഒരു ജോബ് ഉണ്ടാവും, വലിയൊരാളാകുമ്പോൾ എനിക്ക് ഇന്ന് ആവണം, കൂടെ ഞാൻ എന്റെ പാട്ട് കൊണ്ടുപോകുന്നതാണോ അതോ ഫുൾ ടൈം ഞാൻ ഒരു സിംഗർ ആവും, ഇതാണ് എന്റെ പ്രൊഫഷൻ, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? എനിക്ക് മെയിനായിട്ട് ഡോക്ടറിലേക്കാണ് ഞാൻ, അതാണ് ആഗ്രഹം. പിന്നെ അതിന്റെ കൂടെ തന്നെ ഈക്വൽ ആയിട്ട് രണ്ടും കൊണ്ടുപോകണല്ലോ, പാട്ടും ഇതും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നാണ് എന്റെ ആഗ്രഹം. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പാട്ട് പാടിപ്പിക്കുന്നത് വീട്ടിലങ്ങനെ പാടിപ്പിക്കുന്നത് അമ്മയും പാടിപ്പിക്കും, ചില സമയത്ത് അമ്മമ്മ പാടിപ്പിക്കും. അമ്മമ്മ ചില സമയത്ത് ഇങ്ങനെ അമ്മക്ക് ഇഷ്ടമുള്ള പഴയ പാട്ടുകൾ ഉണ്ടാവും. അപ്പൊ ആ പാട്ട് ഇതൊന്ന് പാട്,
മോൻ ഇതൊന്നും പാട്. അങ്ങനെ അങ്ങനെ അമ്മമ്മ അധികം പാടിപ്പിക്കാറുണ്ട്. ഇപ്പം നമ്മളൊരു പ്രൊഫഷൻ എത്തണമെങ്കിൽ നമ്മൾ ഈ സിംഗിങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സിനിമയിൽ അവസരം കിട്ടാണ്. നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, ഇപ്പം ഇന്ന ആളുടെ കൂടെ പാടണം എന്നുണ്ടാവും, ഇന്ന മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുണ്ടാവും, ഇന്ന നായകന് ഒരു ശബ്ദം കൊടുക്കണം, ആ ശബ്ദത്തിൽ പാടണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ഈ 3 കാര്യങ്ങൾ ഓൾറെഡി ഫിക്സ് ആണോ, അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ടോ ഇന്ന കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്നുണ്ടോ? എനിക്ക് എം ജയചന്ദ്രൻ സാറിന്റെ കൂടെ ഒരു പാട്ട്, എം ജെ സാറിന്റെ ഒരു മ്യൂസിക്കിൽ ഒരു പാട്ട് പാടുന്നത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ അത് ഭയങ്കര ആഗ്രഹമുണ്ട്. ഓക്കെ, ആരുടെ സിംഗറിന്റെ കൂടെ പാടണം എന്നാണ് ആഗ്രഹം? സിംഗറിന്റെ കൂടെ അങ്ങനെ ചോദിച്ചാല് അങ്ങനെ ചോദിക്കുമ്പോ എനിക്ക് എന്താ പറയാ, സിംഗേഴ്സിന്റെ കൂടെ പാടുന്നൊക്കെ ഭയങ്കര സന്തോഷാണ്. പിന്നെ എം ജി സാറിന്റെ കൂടെ ഒക്കെ ഒരു പാട്ട് പാടണം ആഗ്രഹമുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിനിമയിലെ ഏത് നായകന് വേണ്ടി പാടണം എന്നാണ് ആഗ്രഹം? അങ്ങനെ ചോദിച്ചാ അതിപ്പോ എന്റെ പ്രായത്തിലുള്ള എങ്കിലും വലുതാവുമ്പോ എനിക്ക് ഇന്നാളുടെ കൂടെ പൃഥ്വിരാജ് സാറിന്റെ പാടണം ആഗ്രഹമുണ്ട്. പൃഥ്വിരാജ് ഫാനാണോ? ഫാനാണ്. ഇപ്പൊ പഠിത്തത്തിന്റെ കൂടെ തന്നെ നമ്മൾ ഈ പാട്ട് കാര്യങ്ങളൊക്കെ പോണം. ഇപ്പൊ 2020 സ്റ്റാർട്ട് ചെയ്ത് 2022 എനിക്കൊന്ന് ടോപ്പ് സിംഗർ തീരണം. ആ സമയത്ത് ഈ പഠിത്തം കൊണ്ടുപോകണം, ഇതിന്റെ കൂടെ നമ്മൾ ഈ പാട്ടും ശ്രദ്ധിക്കണം. അത് ആ സമയത്ത് ഒരു ചെറിയ കുട്ടി എന്ന രീതിയിൽ അത് കുറച്ചും കൂടി പ്രഷർ തരുന്ന കാര്യമാണ്. ഇതൊക്കെ എങ്ങനെയാ കൊണ്ടുപോയി? പക്ഷെ അന്നേരം 2020 ടൈമില് ലോക്ക്ഡൌൺ ആയിരുന്നു. ശരിയാ. അപ്പോ ആ ലോക്ക്ഡൌൺ ടൈമില് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ കയറുമ്പോഴേക്കും എന്നെ ഗ്രൂമിങ്ങിന് വിളിക്കും പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ എനിക്ക് രണ്ടും കൂടി പറ്റാണ്ടായപ്പം സ്കൂള് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അമ്മയച്ഛനും പറഞ്ഞു ഇപ്പൊ കുറച്ച് മാസത്തേക്ക് ഞാൻ ക്ലാസ് ഒന്ന് ഇതാക്കുന്നുണ്ട്, അപ്പൊ പാട്ടിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ശരിക്കും ക്ലാസ്സും രണ്ടും ഇല്ലാണ്ടായിപ്പോ. അപ്പോൾ അത് നോക്കാൻ വേണ്ടി ഇത്തിരി കൂടി പാട്ടിലേക്കാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത്. പിന്നെ അതുകൊണ്ടാണ് എനിക്ക് 10ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴേക്കും എനിക്ക് പിന്നെ ഒന്നും മനസ്സിലാവേണ്ടൊക്കെ ആയി. പിന്നെ ഒന്നും കൂടി ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് റെഡിയാക്കി. ഞാനിപ്പോൾ ശ്രീനന്ദിനാണ് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ ഞാൻ വേഗം എല്ലായിടത്തും സെർച്ച് ചെയ്തു, ശ്രീനന്ദ് സെർച്ച് ചെയ്തിട്ടോ. ഫസ്റ്റത്തെ ഇന്റർവ്യൂ അല്ലേ ഇത് ശ്രീനന്ദിന്? അപ്പൊ ശരിക്കും ശ്രീനന്ദ് എവിടുന്നാണ്, എങ്ങനെയാണ്, ഫാമിലിയെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. അതിനെ കുറിച്ചൊക്കെ പറയൂ. എവിടെ നിന്ന് വരുന്നു, ഫാമിലി, വീട്ടിലാരൊക്കെ ഉണ്ട്, അതിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ്. വീട്ടില് ഞാൻ പ്രോപ്പർലി ശരിക്കും കോഴിക്കോടാണ്. കോഴിക്കോട് പയ്യോളിയിലായിരുന്നു വീട്. വീട്ടില് അച്ഛനും അമ്മയും അഞ്ജനും പിന്നെ അച്ഛമ്മയും ഉണ്ടായിരുന്നു. അപ്പൊ പയ്യോളിയിലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം അമ്മമ്മയും പിന്നെ അച്ഛനമ്മയും ഞാനും അനിയനും ഉണ്ട്. ഇവരൊക്കെയാണ്. അനിയൻ പാടോ? അനിയൻ ഏതാണ്ടല്ലേ ട്വിൻസ് പോലെ കേട്ടോ. കാരണം നമ്മൾ ആ ഷോ നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അന്ന് കുഞ്ഞല്ലേ. അപ്പൊ നീ വളർന്ന പോലെ തന്നെ അവനും വളർന്നു. അവന് അടുത്ത ഷോയില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കാണ്. ഇങ്ങനെ പാട്ട് പാടാൻ ആഗ്രഹമുണ്ടോ ആൾക്ക്? പാട്ട് അവൻ പാടും, അവൻ വിചാരിച്ച അവൻ പാടും. പക്ഷെ അവനൊരു വിചാരം ഇല്ല. അവന് ഭയങ്കര കളി, സ്പോർട്സ്, ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. പാട്ടും ഡാൻസ്, ഇൻസ്ട്രുമെന്റ് ഭയങ്കര ഇഷ്ടമാണ്. പാട്ടിനെക്കാളും ഇൻസ്ട്രുമെന്റ്, ഡാൻസ്, സ്പോർട്സ്, ഇതൊക്കെയാണ് അവന് താല്പര്യമുള്ള ഫീൽഡ്. ഓക്കെ, പിന്നെ ഡാൻസിന്റെ വല്ല ഷോ വരുവാണെങ്കിൽ അവൻ ഇറങ്ങും. അതെ. അപ്പൊ അനിയന് നന്നായിട്ട് പാട്ട് പാടുന്നല്ലേ പറഞ്ഞേ. അപ്പൊ എനിക്കൊരു ആഗ്രഹം, അനിയനെയും കൂടി ഒന്ന് വിളിച്ച് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊരു പാട്ട് പാടാൻ വിളിച്ചാലോ? അനിയൻ കുട്ടാ വായോ. എനിക്ക് ഇപ്പൊ ഇവനെ കാണുമ്പോ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ടോപ്പ് സിംഗറിലെ എനിക്കൊന്നും ശ്രീനന്ദിനെ തന്നെയാ. ശരിക്കും അതിന്റെ ഒരു മിനി വേർഷൻ ആണ് ഇവിടെ ഇരിക്കണേ. പാട്ടൊക്കെ പാടൂ? പാട്ട് പാടുന്ന ചേട്ടൻ പറഞ്ഞിട്ടുള്ളേ. എനിക്ക് ആഗ്രഹം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പാട്ട് പാടണം. പാടാവോ? ഓക്കെ. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ, പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ, പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ, പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ. ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിനിറങ്ങുന്നേ, ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിനിറങ്ങുന്നേ, ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിനിറങ്ങുന്നേ, ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിനിറങ്ങുന്നേ. ആവോ ദാമാനോ നാരാള് കൂടണല്ലോ, ആവോ ദാമാനോ നാടാകെ ചുറ്റണല്ലോ, ആവോ ദാമാനോ നാടാകെ കൂടിയിട്ട്, ആവോ ദാമാനോ കിളി കൂടണല്ലോ. ഇനിയും കുറച്ചും കൂടി പാട്ട് പഠിപ്പിക്കണം. മെലഡിയൊക്കെ ശരിക്കും പാട്ട് പഠിക്കാനും പാടാനൊക്കെ ഇഷ്ടമാണോ? ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഫാസ്റ്റ് നമ്പർ ആണ് ഇഷ്ടം അല്ലേ? ഫാസ്റ്റ് നമ്പർ ആണ് ഇഷ്ടം. ഞങ്ങള് മെലഡി പഠിക്കാൻ പറഞ്ഞ അവന് അത് വേണ്ട, വേറെ ഏതെങ്കിലും ഫാസ്റ്റ് സോങ് നോക്കാൻ. ശരിക്കും അനിയൻകുട്ടൻ എന്താ ആഗ്രഹം വലുതാകുമ്പോ?
അവന് ശരിക്കും എഞ്ചിനീയർ ആണോ? ഇവിടെ ഡോക്ടർ, ഞങ്ങൾ എഞ്ചിനീയർ. അല്ല, അവൻ ആദ്യം പറഞ്ഞത് മറ്റേ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന മറ്റേ കനേഡിയൻ പോലീസ് എന്നൊക്കെ ആയിരുന്നു. എഞ്ചിനീയറിലേക്ക് അത് പെട്ടെന്ന് ഇവിടെ വന്നപ്പോ പെട്ടെന്ന് മാറിയതായിരിക്കും. ശരിക്കും എന്താ ആഗ്രഹം? കുറച്ചുകൂടി ഞാൻ കുത്തി ചോദിക്കുകയാണെങ്കിൽ പറയടാ. എഞ്ചിനീയർ. ഞങ്ങൾ ഫിക്സ് ആക്കിയപ്പോ ഞങ്ങൾ എഞ്ചിനീയർ ആണ് കേട്ടോ. ഇപ്പൊ ചേട്ടന്റെ പാട്ട് എപ്പോഴും ഷോ നടക്കുന്ന സമയത്ത് എപ്പോഴും അവിടെ ഉണ്ടാവുമല്ലോ. ചേട്ടന്റെ പാടി എല്ലാ പാട്ടും കേട്ടിട്ടില്ലേ? ഏത് ഇഷ്ടപ്പെട്ട പാട്ട് അവിടെ പാടിയതില്ലേ? അതിലിപ്പോ ചേട്ടൻ പാടിയ ദിം ദിം ദിമി ദിമി ആ സോങ് ഭയങ്കര ഇഷ്ടം. ചേട്ടാ പാടാവോ ഞങ്ങക്ക് വേണ്ടി? ധിം ധിം ദിമി ദിമി ധിം ധിം ദിമി ദിമി നൃത്തച്ചുവടുകൾ തത്തിയഴകൊടു തളകൾ തരള മധുര രവമുടനുപത വിളകി കനകഞ്ഞുറികൾ അലകളുതിരുകയാ ഏതു കേളി നൃത്തമാടാൻ വന്നു നീ നീലാകാശം കൂടാരം കെട്ടിത്തന്നു ആടിപ്പാടാൻ ആലോലം നീയും വന്നു തണലുകൾ തേടി തണ്ണീർ തേടി പുതുകതിർ വയലുകൾ തിരയണ കിളിമകളെ ധിം ധിം ദിമി ദിമി ധിം ധിം ദിമി ദിമി നൃത്തച്ചുവടുകൾ തത്തിയഴകൊടു തളകൾ തരള മധുര രവമുടനുപത മിളകി കനകഞ്ഞുറികൾ അലകളുതിരുകയായി ഏതു കേളി നൃത്തമാടാൻ വന്നു നീ. എനിക്ക് മനസ്സിലായി ഇവൻ എന്താ ഇഷ്ടം. ഫാസ്റ്റ് നമ്പർ അതുകൊണ്ടാണ് ഇത്രയും മെലഡീസ് എനിക്ക് ഫാസ്റ്റ് നമ്പർ ഇഷ്ടമായത് അല്ലേ? ശരിക്കും ചേട്ടൻ ഇങ്ങനത്തെ പാവാണോ വീട്ടിലൊക്കെ? നല്ല ചേട്ടനാണോ? വഴക്കുണ്ടാക്കോ നിങ്ങള്? അങ്ങനെയൊന്നുമില്ല, നല്ല ചേട്ടനാ. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. അത് ശരിയാ. സ്കൂളിലൊക്കെ പോകുമ്പോ ചേട്ടന് ഫാൻസ് ഒക്കെ ഒന്നും പറയോ? ആണോ? എന്ത് പറയും? ചേട്ടൻ സുഖാണോ ഇവിടെ? അപ്പം പാടാറൊക്കെ ഉണ്ടോ ചോദിക്കാറുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ്. ഈ പറയുന്ന എല്ലാവർക്കും ഒരു പ്രൗഡ് തന്നെയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ. ഇപ്പൊ ഞാൻ ഓരോ പാട്ട് പാടിപ്പിക്കുന്ന സമയത്ത് ഈ വരികൾ ഓർത്ത് വെക്കുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പലപ്പോഴും പാടുന്ന സമയത്ത് കുട്ടികൾക്ക് വരികൾ മറന്നു പോകും. ഇപ്പം ഏറ്റവും കൂടുതൽ വരി തെറ്റിച്ച് പാടുന്ന വല്ല മത്സരം നടക്കുകയാണെങ്കിൽ എനിക്കായിരിക്കും അത്രയും എനിക്ക് ഒന്നിന്റെ വേർഡ്സ് അറിയത്തില്ല. പക്ഷെ കോൺഫിഡന്റിൽ ഞാൻ പാട്ട് പാടും. കാരണം വരി തെറ്റിച്ച് പാടുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ വരികൾ ഓർത്ത് വെക്കുക, അത് സ്ഫുടതയോടെ പറയുക, അല്ലെങ്കിൽ അത് പാടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എങ്ങനെ ഈ അക്ഷരസ്ഫുടതയോടെ ഇത്രയും നന്നായിട്ട് പാടാൻ പറ്റണേ? അത് എനിക്കൊന്ന് സത്യം പറഞ്ഞ അറിഞ്ഞൂടാ. അത് എൻ്റെ അമ്മമ്മ പറയായിരുന്നു. ഞാൻ ചെറുപ്പത്തിലെ ഇങ്ങനെ പാട്ടൊക്കെ പഠിക്കുമ്പോൾ അമ്മമ്മ പറയായിരുന്നു ഭയങ്കര അക്ഷരസ്ഫുടതയിൽ പാട്, കറക്റ്റ് അക്ഷരത്തിലെടുത്ത് പാടാൻ പറയും. അപ്പൊ ഞാൻ അങ്ങനെ പാടി, ഞാൻ നാച്ചുറലി പാടും അങ്ങനെയാ വരുന്നെന്ന് ഇവരൊക്കെ പറയുന്നു. നാച്ചുറലി പാടുമ്പോൾ അക്ഷരസ്ഫുടത വരുന്നു. പിന്നെ വരി പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിച്ച് 2-3 പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ പിന്നെ അതങ്ങ് നന്നായിട്ട് മനസ്സിൽ ബൈ ഹാർട്ടാവും. അപ്പൊ അത് അങ്ങനെ തന്നെ ഇതാണ്. അമ്മൂമ്മക്കാണ് ആദ്യത്തെ കൈയടി. പഠിപ്പിച്ചു കൊടുത്ത് കൊച്ചുനാളിൽ തന്നെ. ഇപ്പൊ നമുക്ക് പാട്ട് പാടാൻ അറിഞ്ഞു തുടങ്ങി, ഈ കുട്ടിന് പാട്ട് പാടാൻ നല്ല കഴിവുണ്ടെന്നൊക്കെ അറിഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ വീട്ടിൽ നിന്നൊരു ഭയങ്കര സപ്പോർട്ടൊക്കെ ഉണ്ടാവില്ലേ? ഏറ്റവും കൂടുതൽ പാട്ട് പാടാൻ സപ്പോർട്ട് ചെയ്യുന്നതും കൂടെ നിൽക്കുന്നതൊക്കെ ആരാ? ഏറ്റവും കൂടുതൽ പാട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാല് അമ്മയും അച്ഛനും എന്തായാലും സപ്പോർട്ട് ചെയ്യും. അതിന്റെ കൂടെ ഞങ്ങളെ വീട്ടില് അമ്മമ്മയും അച്ഛമ്മയും ഉള്ളത്. അച്ഛൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും ഉണ്ട്. അപ്പോൾ അമ്മയുടെ അമ്മയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. നിന്നെ പാട്ട് പാടാൻ എന്താ പറയാ അക്ഷരസ്ഫുടത അതൊക്കെ നോക്കും. പിന്നെ അച്ഛമ്മ എന്ന് പറയുമ്പം പാട്ടിനോട് ഭയങ്കര, അച്ഛമ്മയും അച്ഛനെ പോലെയാണ്, അധികം സംസാരിക്കില്ല. അമ്മമ്മ എന്ന് വെച്ചാൽ ഭയങ്കര സംസാരവും ഇതൊക്കെയാണ്. അത്തിരിയുടെ അച്ഛമ്മ അച്ഛനെ പോലെ അധികം സംസാരിക്കില്ല, ഭയങ്കര സൈലന്റ് ആണ്. പക്ഷെ പാട്ടും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയാ, ദൂരദർശനിൽ ഒരു പരിപാടി ഉണ്ടാവില്ലേ, ഞായറാഴ്ച ഒരു പരിപാടി ഉണ്ടാകുന്നുണ്ട്, ഒരു പാട്ടിന്റെ പരിപാടി. അപ്പൊ എപ്പോഴും അച്ഛമ്മ പറയും മോനെ അതൊന്ന് വെക്ക്, അതൊന്ന് വെക്കുക, എപ്പോഴും പറയും. അപ്പൊ എപ്പോഴും ആ പാട്ട് കേൾക്കുക, പിന്നെ എന്നെ കൊണ്ട് പാടിപ്പിക്കുക. പിന്നെ ഞാൻ എന്റെ പാട്ടൊക്കെ TV-യിൽ കേൾക്കുമ്പം ഭയങ്കരമായിട്ട് കരയും, ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും. അപ്പം അധികം ഞങ്ങൾ ടോപ്പ് സിംഗർ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കൊച്ചിയിലല്ലേ ഉണ്ടാകും. അപ്പൊ അവരെ അവിടെ നിന്ന് വിളിച്ചറിയാം അമ്മ ഇവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുകയെന്ന് പറയും. അപ്പൊ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും അച്ഛമ്മ. ഭയങ്കര പാട്ടിനെ സ്നേഹിക്കുന്ന ഇത്ര ആളുകളുടെ കൂട്ടത്തിൽ വിടാന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ഭയങ്കര സ്നേഹാണ്. ഇപ്പൊ അച്ഛമ്മക്കെന്ന് പറയുമ്പോൾ അച്ഛനൊരു മോനും പിന്നെ 3 പെൺകുട്ടികളാണ്. അപ്പൊ അച്ഛൻ പാടുന്നുണ്ട്. അപ്പൊ അച്ഛനും മോനും നന്നായിട്ട് പാടണം എന്നുള്ളത് അച്ഛമ്മക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ അതിന്റെ ഒരു ഭയങ്കര ഇമോഷണലാണ്. ഇപ്പൊ ഈ മത്സരത്തിൽ പാടുന്ന സമയത്ത് കോസ്റ്റ്യൂം വളരെ ഇമ്പോർട്ടന്റ് ആണ്, സോങ് സെലക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്.
ഈ വക കാര്യങ്ങളൊക്കെ ആരുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നോ? എങ്ങനെയാ? അത് ആരായിരുന്നു? അമ്മയാണോ അച്ഛനാണോ? നീ വേറൊരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു? കോസ്റ്റ്യൂം സെലക്ഷൻ ശരിക്കും അമ്മയാണ്. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാറില്ല. അന്നൊരു കുട്ടി ട്രൗസർ ഒക്കെ ഭയങ്കരമായിട്ട് അത് ഞങ്ങളുടെ എല്ലാവരും ബോയ്സ് എല്ലാവരും അവർ പറഞ്ഞു ഇത്തിരി 3/4 ഇടുന്നതായിരിക്കും, അതായിരിക്കും ഇത്തിരി കൂടി കുട്ടിത്ത ഉണ്ടാവും എന്ന് പറയും. അപ്പോ 3/4 കുറെ 3/4 എടുക്കാൻ തുടങ്ങി. അപ്പോ അത് അമ്മക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ചേരുന്നുള്ളത് നോക്കിയിട്ട് അമ്മയാണ് മെയിൻ ആയിട്ട് അത് കോസ്റ്റ്യൂം ഒക്കെ നോക്കാറുള്ളത്. സോങ് സെലക്ഷൻ എന്ന് പറയുമ്പം ഞങ്ങള് എന്താ പറയാ എല്ലാരും അമ്മയും ഞാനും ഇരുന്നിട്ട് നോക്കാം. യൂട്യൂബിൽ ഇങ്ങനെ നോക്കാം, അവർ ഓരോ റൗണ്ട് അയച്ചു തരും. അപ്പൊ അതില് 4 പാട്ട് ഞങ്ങൾ സെലക്ട് ചെയ്യും, അതിട്ട് അവർക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് അതിൽ ഒരു പാട്ട് അവർ അങ്ങോട്ട് അയച്ചതാണ് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. എനിക്ക് അതൊരു ഫാമിലി പോലെ തന്നെ ഈ ടോപ്പ് സിംഗർ. എനിക്ക് നിങ്ങളുടെ ഒരു ഇന്ററാക്ഷൻ കാണുമ്പോൾ തന്നെ ഭയങ്കര സ്നേഹത്തോടെയാണ്. കാരണം ജഡ്ജസ് ആയാലും അവര് ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. പക്ഷെ നിങ്ങളോട് ട്രീറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര അവരുടെ വീട്ടിലെ കുട്ടികളെ പോലെ തന്നെയാണ്. അവിടുത്തെ ഒരു മെമ്മറി ഓർത്ത് പറയാൻ പറ്റും? ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മെമ്മറി ഓർത്ത് പറയാം? അതെ, അവിടുത്തെ മെമ്മറി എന്ന് പറയുമ്പോൾ അവിടെ കുറെ മെമ്മറീസ് ഉണ്ട്. പക്ഷെ 2 വർഷം എന്ന് പറയുമ്പോൾ എല്ലാ ആഘോഷവും 2 പ്രാവശ്യം ഉണ്ടാവും. ഓണാണെങ്കിൽ 2 പ്രാവശ്യം വീട്ടിലുണ്ടാവും, അവിടെ ഉണ്ടാവും. അതെ അതെ. അപ്പോൾ നമുക്ക് എന്ന് പറയുമ്പോൾ കുറെ ഒരു വലിയൊരു ഫാമിലി പോലെയാണ് ഇവിടുത്തെ കണ്ടസ്റ്റൻസ്. പിന്നെ പാരന്റ്സ് ഭയങ്കര ബോണ്ടാണ്. അതാണ് അവിടെ ഒരു സ്പർദ്ധയും ഇല്ലാതെ എല്ലാവരും ഒരേപോലെ. പക്ഷെ എന്താ പറയാ, എല്ലാവരും ഒന്നായിട്ടാണ് അവിടെ എല്ലാവരും. നമ്മളെ പാരന്റ്സ് എന്ന് പറയുമ്പോഴും അവർക്കൊരു ടെൻഷൻ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ നമ്മുടെ അവിടുത്തെ ക്രൂ മെമ്പേഴ്സ്, ജഡ്ജസ്, പിന്നെ അവിടുത്തെ ഡയറക്ടേഴ്സ് സിന്ധു മാം, അവരൊക്കെ എല്ലാവരും സിന്ധു മാമാണ് ഭയങ്കര കെയറിങ് ആണ് കുട്ടികളെ. അപ്പം മെമ്മറീസ് എന്ന് പറയുമ്പം എന്താ പറയാ, ഞങ്ങളൊരു ഔട്ട്ഡോർ ഷൂട്ടിന് പോയായിരുന്നു. ഔട്ട്ഡോർ ഷൂട്ട് എന്ന് പറയുമ്പോൾ ടോപ്പ് സിംഗറിന്റെ തീമിന്റെ ഒരു ഔട്ട്ഡോർ ഷൂട്ടായിരുന്നു. അപ്പൊ അത് പോയത് ഇലവീഴ പൂഞ്ചിറയിലായിരുന്നു, ഇവിടെ അടുത്തുള്ള. അപ്പോൾ ഇലവീഴ പൂഞ്ചിറയിൽ പോയപ്പം അത് ശരിക്കും ഷൂട്ടിനാണ് പോയത്. എന്നാലും ഞങ്ങൾ അതൊരു ടൂറ് പോലെ, ഒരു ട്രിപ്പ് പോലെ, ഒരു അടിപൊളിയായിട്ട് എല്ലാവരും കൂടിയിട്ട് എൻജോയ് ചെയ്തു. പറയുമ്പോൾ ഫസ്റ്റ് മറ്റേ പുലിമുരുകൻ ഷൂട്ട് ചെയ്ത ഒരു പാലം ഉണ്ടായിരുന്നില്ലേ, ആ പാലത്തിന്റെ അടിയിൽ എല്ലാവരും ഒരു പുഴ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു ഭയങ്കര മഴയും പുഴയും എല്ലാവരും കൂടിയിട്ട് ഷൂട്ടായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ അത് ഭയങ്കരമായിട്ട് കളിച്ചു എല്ലാവരും കൂടി. പിന്നെ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുമ്പം അന്നവിടെ ഭയങ്കര ഫോഗി ആയിട്ടുള്ള ദിവസമായിരുന്നു. അപ്പൊ മൊത്തം മൂടൽ മഞ്ഞ്, മൊത്തം അടിപൊളിയായിരുന്നു. ഭയങ്കര ഒരു ട്രിപ്പ് മൂടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾ കോണ്ടാക്ട് ഉണ്ടോ? അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകളായിട്ട് വിളിക്കാതെ സംസാരിക്കുകയൊക്കെ ചെയ്യണം. ഏറ്റവും കൂടുതൽ അടുപ്പാരോടാ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? അതിന് ഇപ്പോഴും ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ട്. ഏറ്റവും കൂടുതൽ അടുപ്പെന്ന് പറയുമ്പം ഞങ്ങള് എല്ലാവരുമായിട്ട് ഭയങ്കര അടുപ്പാ. ഞാനെന്ന് പറയുമ്പോ എല്ലാവരുമായിട്ട് ഭയങ്കര അടുപ്പാ. ചിലെന്ന് പറയുമ്പം ഞങ്ങളെ ബോയ്സ് ഗാങ്ങിൽ എന്ന് പറയുമ്പോ മറ്റേ കൃഷ്ണജിത്ത്, ശ്രീദേവ്, അങ്ങനെ പറയുമ്പോ നമ്മളെ ബോയ്സിന് എല്ലാരെയും കൂടി പറയേണ്ട വരും. എല്ലാരും ഭയങ്കര ഇത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും സങ്കടം വരുമല്ലോ, അതോട് വെരി ഇമ്പോർട്ടന്റ് എന്ന് പറയണത്. ജഡ്ജസിൽ ഏറ്റവും കൂടുതൽ ക്ലോസ് ആരോടാ? ജഡ്ജസ് എന്ന് പറയുമ്പോ എം ജി സാർ എപ്പോഴും ഉണ്ടാവും. എം ജി സാർ അവിടെ സ്ഥിരമായതുകൊണ്ട് എപ്പോഴും ഉണ്ടാകുമ്പോൾ പുള്ളി ഭയങ്കര കോമഡിയാണ്. ഞങ്ങളടുത്ത് വന്നിട്ട് ചില സമയത്ത് ഷൂട്ട് ഇല്ലാതിരിക്കുന്ന ടൈമില്, ഫ്രീ ആയിരിക്കുന്ന ടൈമില് പുള്ളി ഞങ്ങളടുത്ത് വന്നിട്ട് കുറച്ച് കോമഡി പറയും. ഞങ്ങൾ ഭയങ്കര ചിരിക്കും, നമ്മൾ അങ്ങോട്ടും കോമഡി പറയും. അപ്പൊ ഭയങ്കര ബോണാണ് എം ജി സാറായിട്ട്. പിന്നെ എല്ലാവരായിട്ടും എം ജെ രവീന്ദ്രൻ സാറ്, പിന്നെ അനു മാം ഭയങ്കര, എല്ലാരും ഭയങ്കര കെയറിങ്ങും അടിപൊളിയാണ്. ഏതെങ്കിലും ജഡ്ജസ് പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും എന്റെ ഒരു പാട്ടിൽ ഞാൻ നിന്നെ കൊണ്ട് പാടിപ്പിക്കും ഒരു പാട്ടയും, അങ്ങനെ ആരെങ്കിലും പറഞ്ഞു? അത് എം ജയചന്ദ്രൻ സാർ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു പാട്ട് പാടിയപ്പോ പറഞ്ഞായിരുന്നു, ആനക്കെടുപ്പത് പൊന്നുണ്ടേ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അത് പാടിക്കഴിഞ്ഞപ്പം പറയായിരുന്നു. അന്ന് എം ജെ സാറ് സ്റ്റേജിൽ വന്നായിരുന്നു. സ്റ്റേജൊക്കെ വന്നിട്ട് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ആശംസയൊക്കെ തന്നു, നന്നായിട്ട് പാടി എന്ന് പറഞ്ഞു. അന്നേരമാണ് ടോപ്പ് സിംഗറിന് അന്നൊരു പേര് വന്നു, തങ്കമകൻ എന്നൊക്കെ പറഞ്ഞു. അത് അവര് ഇട്ടത് എങ്ങനെ ഓരോ പേരിടും, അങ്ങനെ പല പേരുണ്ട്. മറ്റേ ഒരു മലയെണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേരിട്ടായിരുന്നു. അപ്പൊ ആ പാട്ട് പാടിയപ്പോഴാണ് തങ്കമകൻ എന്ന് കേട്ടോ. അന്നേരമാണ് എം ജെ സാർ ഭയങ്കര ഇമോഷണൽ ആയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പാട്ട് സാറിന് പറ്റിയാണ് എന്തായാലും പാടിക്കാൻ. ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അത് നമുക്കിപ്പോ നേരിട്ട് സംസാരിക്കുമ്പോഴായാലും പാടുമ്പോഴായാലും നമുക്ക് മനസ്സിലാവും നല്ല കഴിവുള്ള കുട്ടിയാണ്. ഇതുപോലെ നന്നായിട്ട് മുന്നോട്ട് പോവാ, പ്രാക്ടീസ് ചെയ്യുക, ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ചേച്ചിക്ക് നമുക്ക് ഒരു വൈൻഡപ്പ് എന്ന രീതിയിൽ ഉണരുമീ ഗാനം എന്ന പാട്ടോട് കൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം, ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം, ഈ സ്നേഹലാളനം നീ നീന്തും സാഗരം, ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം.
ഒരുപാട് സന്തോഷം എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയതിൽ. ഇനിയും ഈ പറഞ്ഞ പഠിച്ചു വലുതായ ഒരു ഡോക്ടർ ആവുക, അതിന്റെ കൂടെ തന്നെ ഒരുപാട് സിനിമകളിൽ നല്ല നല്ല ഗാനങ്ങൾ പാടാൻ പറ്റട്ടെ എന്ന് ചേച്ചി ആത്മാർത്ഥമായിട്ട് വിഷയം കേട്ടോ. ഒരുപാട് സന്തോഷം. ആൻഡ് ഇപ്പം ഈ പറഞ്ഞ ടോപ്പ് സിംഗറിൽ കണ്ടിട്ട് മോൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്വന്തം വീട്ടിൽ ഒരാളെ പോലെ കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? ഇപ്പൊ അവരിപ്പോ ഇന്റർവ്യൂ കാണുകയാണെങ്കിൽ നേരിട്ട് സംസാരിക്കുന്നല്ലേ രണ്ടു വാക്ക്? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ഞാൻ എല്ലായിടത്തും പോകുമ്പോഴും എല്ലാവരുടെയും സ്നേഹം കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ. ശരിക്കും എന്താ പറയാ, ഒന്നും പറയാൻ പറ്റുന്നില്ല. അവര് ശരിക്കും അവരെ വീട്ടിലുള്ള ഒരു കുട്ടീനെ പോലെ ഞാൻ പറയും, മോനെ എപ്പോഴും കാണാറുണ്ട്. എന്തൊരു അവര് ഭയങ്കര അവരുടെ വീട്ടിലെ കുട്ടീനെ പോലെ ഇങ്ങനെ എന്താ പറയാ താലോലിക്കുകയാണ്. അപ്പൊ അവരോട് പറയാനുള്ളതെന്ന് വെച്ചാല് എന്താ പറയാ, എപ്പോഴും എല്ലാവരുടെയും അനുഗ്രഹം അത് മാത്രമാണ് എപ്പോഴും എൻ്റെ ഫ്യൂച്ചറിൽ പഠിത്തത്തിലും പാട്ടിലും എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം എൻ്റെ കൂടെ ഉണ്ടാവണം എന്നാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. ഒരുമയുടെ നാടൻ സെലിബ്രേഷൻ സാറാസ്.